പാടാത്ത വീണയും പാടുമെന്ന സംഗീത നിശ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അരങ്ങേറും. ആലാപ് എന്ന സംഗീത കൂട്ടായ്മയാണ് സംഘാടകർ. മലയാളത്തിന്റെ പ്രിയ കവി ശ്രീകുമാരൻ തമ്പിയെ ആദരിക്കും. പരിപാടിയുടെ കോർഡിനേറ്ററായ ഡോക്ടർ രാജേഷ് ആർ നായരുമായി ഞങ്ങളുടെ പ്രതിനിധി ദേവിക ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംഗീത പ്രേമികൾക്ക് നിശാഗന്ധിയിലേക്ക് സ്വാഗതം. പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ ചേർന്ന് ഒരു സംഗീത നിശ സംഘടിപ്പിക്കുന്നുണ്ട്. പാടാത്ത വീണയും പാടും എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ കോർഡിനേറ്റർ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചിയിലെ നെഫ്രോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ രാജേഷ് നായരാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, അമൃത വാർത്തകളിലേക്ക് സ്വാഗതം. ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുകയാണ്, ഒരു സംഗീത നിശ. എങ്ങനെയാണ് ഇത്തരമൊരു ആശയത്തിലേക്ക് എത്തിയത്? പ്രധാനമായിട്ടും സംഗീതത്തോടുള്ള അഭിനിവേശം തന്നെയാണ്. ഞാൻ ഉൾപ്പെടുന്ന ഒരു ചെറിയൊരു സുഹൃത്ത് കൂട്ടായ്മയാണ് ആലാപ് എന്ന് പറയുന്നത്. എല്ലാവരും പാടാൻ താല്പര്യമുള്ള, സംഗീതത്തോട് വളരെ അഭിനിവേശമുള്ള ഒരു ചെറിയൊരു സുഹൃത്ത് കൂട്ടായ്മയാണ്. 2015 തൊട്ടാണ് ഞങ്ങൾ ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തത്. പ്രധാനപ്പെട്ട ലക്ഷ്യം ഞങ്ങൾ സംഗീതത്തിൽ കാര്യമായിട്ടുള്ള സംഭാവന നൽകിയ മഹത് വ്യക്തികളെ ആദരിക്കുക എന്നുള്ളതാണ്. അവരുടെ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു ഓർക്കസ്ട്ര പ്രോഗ്രാം ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന സ്പോൺസർ സപ്പോർട്ട് കൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുൻകൈ എടുക്കുക എന്നുള്ളതാണ്. ഇതുവരെ നമ്മൾ 6 പ്രോഗ്രാംസ് ചെയ്തു. കോവിഡ് സമയത്ത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടി കാരണം 1-2 വർഷം ചെയ്യാൻ പറ്റിയില്ല. എല്ലാ വർഷവും നമ്മളൊരു പ്രോഗ്രാം, ഇതുവരെയുള്ള പ്രോഗ്രാംസ് എല്ലാം കൊച്ചിയിലാണ് നടന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ ഒരു സംഗീത നിശയുടെ പിന്നിലുള്ള ഒരു ആശയം. വാക്കുകളുടെ തമ്പുരാൻ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ശ്രീകുമാരൻ തമ്പി സാറാണ് നിങ്ങളുടെ ഈ സംഗീത നിശയുടെ ഭാഗമാകുന്നത്. എന്തുകൊണ്ടാണ് അത്തരമൊരു വ്യക്തിത്വത്തെ നിങ്ങളുടെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാമെന്ന് തോന്നിയത്? ശ്രീകുമാരൻ തമ്പി സാറിനെ കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കേട്ട് നമ്മൾ വന്നതാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ പാടാനൊരു അവസരം 10 വർഷം മുമ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആലാപിൻ്റെ ഒരു കൂട്ടായ്മ ആവുന്നതിന് മുമ്പ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സോങ്സ് മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അത്രയും നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ഓരോ മലയാളിയും ഏറ്റുപാടുന്ന പാട്ടുകളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ അഭിമാനമുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള സംഗീത നിശകളിൽ നിന്ന് വരുന്ന വരുമാനം എന്തെങ്കിലും ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു നല്ല കോസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം? ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച്, നമ്മൾ ഈ കിട്ടുന്ന സ്പോൺസർ സപ്പോർട്ടും എല്ലാം നമുക്ക് ഒരു പ്രോഗ്രാം നടത്താനും പിന്നെ അത് കഴിച്ചിട്ട് കിട്ടുന്ന ഒരു ഫണ്ട്സേ ഇപ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കഴിയുന്നതും അതിനുശേഷമുള്ള അഡീഷണലായിട്ട് വരുന്ന ഫണ്ട്സ് നമ്മൾ അപ്പോൾ തന്നെ ചാരിറ്റി ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു കോസ് കണ്ടുപിടിക്കുകയും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബെനിഫിഷ്യറിയെ കണ്ടുപിടിക്കുകയും അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫണ്ട്സ് ഒരു കോർപ്പസ് ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് പിന്നെ വലിയ നമുക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഞങ്ങളുടെ ലക്ഷ്യം അതാണ്. നമ്മൾ ഇപ്പോൾ ഒരു തുടക്കമാണെന്ന് വിചാരിക്കാം. എന്തായാലും ആലാപ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മ എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണ്. അപ്പോൾ സംഗീത പ്രേമികൾ എല്ലാവരും നിശാഗന്ധിയിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുക. ക്യാമറാമാൻ സുനിൽകുമാറിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.